കയ്യിലാണ് പണമുള്ളത്. ഭൂഗോളത്തോളം വിലയുള്ള മനുഷ്യാത്മാവിനെ ഒരു മനുഷ്യജീവന്റെ വിലയ്ക്ക് അതിനെ വീണ്ടെടുക്കാൻ പര്യാപ്തമായിരിക്കുന്ന വീണ്ടെടുപ്പ് വില കൊടുക്കാൻ മനുഷ്യന്റെ കയ്യിലില്ലാതിരിക്കുമ്പോൾ അർത്ഥത്തിൽ മനുഷ്യൻ ദരിദ്രനാണ്, അതിദരിദ്രനാണ്. ലോകത്തിൽ ധനവാന്മാരുണ്ട്, അതിസമ്പന്നന്മാരുണ്ട്, ശതകോടീശ്വരന്മാരുണ്ട്. നമ്മുടെ രാജ്യത്തും ലോകമെമ്പാടും അങ്ങനെയുള്ള ആളുകളുണ്ട്. പക്ഷേ മുഴുവൻ ആളുകളുടെയും സമ്പത്ത് ഒരുമിച്ച് കൂട്ടിയാലും ഒരു മനുഷ്യജീവന്റെ വിലയ്ക്ക് തുല്യമായി മറുവില കൊടുക്കാനില്ല എന്നുള്ളതാണ് കഷ്ടം പിടിച്ച കാര്യം. ഭൂമിയിലെ മുഴുവൻ സ്വത്തുക്കളും ഒരുമിച്ച് സ്വരൂപിച്ചാലും ഒരു മനുഷ്യാത്മാവിന്റെ ജീവന്റെ മറുവിലയ്ക്ക് തുല്യമാവില്ല. അത്രയ്ക്ക് വിലപിടിച്ചവനാണ് മനുഷ്യൻ. ഇവിടെ ഈ പ്രഭാഷണം ശ്രദ്ധിക്കുന്ന എല്ലാവരോടും, മാതാക്കള്, പിതാക്കന്മാര്, സഹോദരന്മാര്, സഹോദരിമാര്, കുഞ്ഞുങ്ങള്, എല്ലാവരോടും ഓർപ്പിക്കട്ടെ, നിങ്ങൾ വില പിടിച്ചയാളാണ്. വില പിടിച്ച ഒരു ആത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. വില തീരാത്ത ഒരു മനുഷ്യജീവൻ നിങ്ങളിലുണ്ട്. അതിന് വീണ്ടെടുപ്പ് ആവശ്യമാണ്, അതിന് രക്ഷ ആവശ്യമാണ്, അതിനെ നരകത്തിയിൽ നിന്ന് രക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അതിനെ നരകത്തിയിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയതായ വില കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് യേശു മനുഷ്യവർഗത്തിന് പകരമായി കാൽവറിയിലെ കുരിശിൽ മരിച്ചത്. ക്രിസ്തുവിന്റെ മരണം എനിക്കും നിങ്ങൾക്കും പകരമായിട്ടുള്ളതാണ്. നമ്മുടെ പാപത്തിന്റെ ശിക്ഷ യേശു ഏറ്റെടുത്ത കാൽവറിയിലെ കുരിശിൽ മരിച്ചു. യേശുവിന്റെ രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞു. ആ രക്തത്തിലാണ് ജീവൻ. ആ ജീവന്റെ വില എനിക്കും നിങ്ങൾക്കും തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്ര വലിപ്പമുള്ളതാണ്. ഭൂമിയിൽ മനുഷ്യരായി ജനിച്ച മുഴുവൻ ആളുകളെയും വില കൊടുത്തു വാങ്ങാൻ പര്യാപ്തമായ അത്ര വില യേശുവിന്റെ രക്തത്തിലുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ യേശുവിന്റെ രക്തത്തെ കുറിച്ച് വിലയേറിയ രക്തം എന്ന് പറയുന്നത്. ആ രക്തം തളിച്ചാണ് ദൈവം ഒരാളെ വീണ്ടെടുക്കുന്നതും ആ രക്തം മറുപടിയായി കൊടുത്തുകൊണ്ടാണ് ഒരു മനുഷ്യാത്മാവിനെ രക്ഷിക്കുന്നതും. നിസ്സാരപ്പെട്ട കാര്യമല്ല. ഇത് കൊടുക്കാൻ ലോകത്തിൽ ആരുടെയും കയ്യിലില്ല, ഒരു വിശ്വാസ സമൂഹത്തിന്റെ കയ്യിലില്ല, ഒരു മത സംവിധാനത്തിന്റെ കയ്യിലില്ല. ആരുടെയും കയ്യിൽ മനുഷ്യ ജീവന്റെ വില കൊടുത്ത് രക്ഷിക്കാൻ പര്യാപ്തമായ തുകയില്ലാത്തത് കൊണ്ട് പിതാവായ ദൈവം തന്റെ പുത്രനെ മറുപടിയായി കൊടുത്തുകൊണ്ട് മാനവജാതിക്ക് വേണ്ടി രക്ഷ തയ്യാറാക്കുകയാണ് ചെയ്തത്. യേശുക്രിസ്തുവിന്റെ മരണത്തിലൂടെ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? ഒന്ന്, പാപമോചനം, പാപക്ഷമ, പാപത്തിന്റെ കറ കഴുകിക്കളഞ്ഞുള്ള ശുദ്ധീകരണം, ആത്മരക്ഷ, വീണ്ടെടുപ്പ്, സ്വർഗരാജ്യ പ്രവേശനം. യേശുക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുന്നത് വളരെ വില പിടിച്ച കാര്യങ്ങളാണ്. വില കൊടുത്താൽ കിട്ടാത്തത് മുഴുവൻ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ഫലമായി ലഭിക്കുന്നു. സമാധാനം വില കൊടുത്താൽ കിട്ടത്തില്ല. സമാധാനം യേശുക്രിസ്തുവിലൂടെ മാത്രം. വീണ്ടെടുപ്പ് യേശുക്രിസ്തുവിലൂടെ മാത്രം. വീണ്ടും ജനനം യേശുക്രിസ്തുവിലൂടെ മാത്രം. ഈ പ്രദേശത്തുള്ള സ്നേഹിതരോട് ഓർപ്പിക്കട്ടെ, ഏതെങ്കിലും ഭവനത്തിൽ ആരെങ്കിലും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ചോ രക്ഷ പ്രാപിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനായിട്ടുള്ള അവസരമാണ്. ഈ നട്ടുച്ചയായ സമയം ഈ പ്രദേശത്ത് നിന്നുകൊണ്ട് ഞങ്ങളുടെ പ്രിയ സ്നേഹിതരോട് ഞങ്ങൾ വിളിച്ചു പറയാണ്, നിങ്ങൾക്ക് യേശുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുവാൻ ആവശ്യമുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ച് നിത്യജീവൻ പ്രാപിച്ച് ദൈവത്തിന്റെ മക്കളായി തീരുവാനിടയായി തീരട്ടെ. ക്രിസ്തു നിങ്ങൾക്ക് സമാധാനം തരും, ക്രിസ്തു നിങ്ങൾക്ക് രക്ഷ തരും, ക്രിസ്തു നിങ്ങളെ സൗഖ്യമാക്കും, കർത്താവ് നിങ്ങളെ വീണ്ടെടുക്കും, നിങ്ങൾക്കൊരു പുതിയ ജീവിതം തരുവാനായിട്ട് കഴിയും. അലട്ടുന്ന എല്ലാ അസമാധാനങ്ങളും, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, ചേർച്ചക്കേടുകൾ, പൊരുത്തക്കേടുകൾ, തലമുറകളുടെ പ്രശ്നങ്ങൾ എല്ലാം മാറ്റി നിങ്ങളുടെ കുടുംബം ഐശ്വര്യപൂർണ്ണമാക്കുവാൻ യേശു ക്രിസ്തു കുടുംബത്തിൽ വന്നാൽ മതി. ആ കർത്താവിനെ രക്ഷകൻ കർത്താവുമായി ഹൃദയം സ്വീകരിച്ച് പാപമോചനം പ്രാപിച്ച് വീണ്ടും ജനനം പ്രാപിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ
ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ക്ഷണിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.